കിഫ്ബി തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പേജ്. ഈ കേരളത്തിന്റെ നിയമസഭ പാസാക്കി 2006, അതിനുശേഷം അതിൽ അമെന്റ്മെന്റ് വരുത്തി ഈ 91,000 കോടി, അതായത് 1,00,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ കേരളത്തിൽ കഴിഞ്ഞ 9.5 വർഷങ്ങൾക്കിടയിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇതൊക്കെ നമ്മൾ കാണുകയില്ലേ. 140 മണ്ഡലങ്ങളിൽ 1192 പദ്ധതികൾ. ആ 1192 പദ്ധതികൾ പശ്ചാത്തല വികസന രംഗത്ത് വരുത്തിയ വിപ്ലവകരമായ മാറ്റമില്ലേ? ഈ കേരളത്തിൽ ഒന്നും വരില്ല എന്ന് പറഞ്ഞവർ, അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ ഏറ്റവും പിന്നിൽ നിന്ന് ഒന്നാമത് ആയ സംസ്ഥാനം, ആ സംസ്ഥാനം 28ാം സ്ഥാനത്ത് നിന്ന് ഒന്നാമതായിട്ട് മാറണമെങ്കിൽ ദേശീയപാതയും റോഡുകളും ജലസേചന പദ്ധതികളും വൈദ്യുതി പദ്ധതികളും അതുപോലെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടായിട്ടുള്ള മാറ്റം, അങ്ങനെ പശ്ചാത്തല വികസന രംഗത്ത് വന്ന വിപ്ലവകരമായ മാറ്റം, ആ മാറ്റം തന്നെയാണ് സംരംഭകർക്ക് ഏറ്റവും മികച്ച മണ്ണാണ് ഈ കേരളം എന്ന് കണ്ടെത്തി വേൾഡ് ട്രേഡ് സെന്റർ പോലും നിക്ഷേപത്തിന് ഈ കേരളത്തിലേക്ക് വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകർ പറയുന്നു ഏറ്റവും മികച്ച മണ്ണാണ് നിക്ഷേപത്തിന് പറ്റിയത് കേരളം എന്ന് പറയുന്നത് കിഫ്ബി കഴിഞ്ഞ 10 കൊല്ലമായി നടത്തിയ പശ്ചാത്തല വികസന രംഗത്ത് നടത്തിയ ഈ വിസ്മയകരമായ ഇടപെടൽ തന്നെയാണ്. എന്നിട്ടാണ് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറയുന്നത് കിഫ്ബി ആകെ തട്ടിപ്പ്, കിഫ്ബി ആകെ തട്ടിപ്പ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ കേരളത്തിൽ ഇത്രയും നേട്ടം വരുമ്പോൾ നിങ്ങൾക്ക് എന്തിനായി ഈ ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് എന്തിനായി വിഷമം? കേന്ദ്രം ഒന്നും തരുന്നില്ലെങ്കിൽ പോലും എല്ലാ രംഗത്തും ഈ കേരളത്തോട് അവഗണന കാണിക്കുമ്പോഴും കിഫ്ബി തന്നെയല്ലേ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തി ഈ വികസനം എന്തെന്ന് അറിയുന്ന നാടായി ഈ കേരളത്തെ മാറ്റിയത്? അടുത്ത കാലത്ത് നമ്മൾ കിഫ്ബിയെ തകർക്കാൻ നോക്കിയില്ലേ നിങ്ങൾ? അതുപോലെ പെൻഷൻ കമ്പനികളെ തകർക്കാൻ നോക്കിയില്ലേ? ആ തകർക്കാൻ നോക്കുമ്പോഴും പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെയാണ് വാക്കുപാലിച്ച് പ്രവർത്തിക്കേണ്ടതെന്ന് കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ചു തരികയല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ എതിർപ്പൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഈ എതിർക്കും തോറും കിഫ്ബി ശക്തിപ്പെടും. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഡെഡിക്കേഷൻ കൂടുതൽ കരുത്തുറ്റതായി മാറും. പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കി ഈ ജനകീയ ഗവൺമെന്റ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.